മുത്തശ്ശിയെ തേടി വന്നാണ് ഏട്ടത്തി. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ആ ഔട്ടുവശം കൊണ്ട് കിടത്തിരുന്നാണല്ലോ. ഇപ്പൊ എന്താ നേരിട്ട് വന്നത്? മുത്തശ്ശിയെ കൊല്ലാൻ വേണ്ടിയാണോ? ആ, താൻ ആരെയും സൽക്കരിക്കുന്നത്? തന്നെ ഇത്രയും ദ്രോഹിച്ചൊരാൾ, മുത്തശ്ശിയെ പട്ടിണി കിട്ട് കൊല്ലാൻ ശ്രമിച്ച ആള്. എടോ, അങ്ങനെ ഒരാളെ സൽക്കരിക്കേണ്ട ഉത്തരവാദിത്തം തനിക്കെന്താ? മോളെ, വിഷപ്പാമ്പുകൾക്ക് പാല് കൊടുത്തിട്ട് പ്രയോജനമൊന്നുമില്ല, അവര് കൊത്തു. ഇതാണോ വന്ന ആള്? അതെ അമ്മ. ഏട്ടത്തി പറയുന്നത് ശരിയാണെങ്കിൽ ചെറിയമ്മയുടെ ഉപദ്രവം സഹിക്കാതെ വന്നതാ ഏട്ടത്തി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അന്ന് നിങ്ങൾ മുത്തശ്ശിയെ അന്വേഷിച്ചു വന്നപ്പോ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നത് ഞാനല്ലേ? ആ നിമിഷം മുതൽ ദ്രോഹിക്കാൻ തുടങ്ങിയതാ ചെറിയമ്മ എന്നെ. വേറൊന്നുമില്ല. ഇപ്പൊ കണിമംഗലം ചെറിയമ്മയുടെയും ചെറിയച്ഛന്റെയും സ്വന്തം. അവിടെ എന്നെ പോലെ ഒരുത്തി ആവശ്യമില്ല. ഉർവശിയുടെ കൂടെ നടന്ന് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോ കൂടെ കൂടെ ഞാൻ പറയുമായിരുന്നു, നിലത്ത് ചവിട്ടി നടക്ക് കൽപ്പനെ, അല്ലെങ്കിൽ വീഴ്ചയുടെ ആഘാതം വലുതായിരിക്കുമെന്ന്. ഓർമ്മയുണ്ടോ നിനക്ക്? എവിടുന്ന് മുത്തശ്ശി? ആ നേരത്തൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇവരുടെയൊക്കെ തല കയറുമായിരുന്നോ? അഹങ്കാരമല്ലേ? ലോകം വെട്ടിപ്പിടിച്ചവരുടെ പോലെയുള്ള ഭാവവും. ശരിക്കും പറഞ്ഞാ ഈ വീടിനകത്തേക്ക് പോലും കേറ്റരുത് ഇവരെ ഒന്നും. വരുൺ, അങ്ങനൊന്നും പറയരുത്. ആത്മാർത്ഥമായ വിഷമത്തോടെ ഒരാളെ മുന്നിൽ വന്നു നിന്നാ അയാളെ സഹായിക്കുകയാണെങ്കിൽ സഹായിക്കണം. അല്ലാതെ അവിടെ വെച്ച് പകരം വീട്ടരുത്. മോള് പറഞ്ഞാലും കാര്യമുണ്ട്. എത്ര ശത്രുവാണെന്ന് പറഞ്ഞാലും വീട്ടിൽ വന്ന് അഭയം ചോദിച്ചതല്ലേ, അത് നിഷേധിക്കരുത്. മോളെ, ഏടത്തേക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിക്കോളൂ. മോളെ രാധികെ, നിന്റെ മനസ്സ് മുത്തശ്ശിക്കറിയാം. പക്ഷെ അത്രത്തോളം നിഷ്കളങ്കമാണ് മറ്റുള്ളവരുടെ മനസ്സെന്ന് ഞാൻ പറയില്ല. സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇടപെട്ട അത് നല്ലതാ. അതിനിപ്പോ നമ്മളെവിടെയും പോകുന്നില്ലല്ലോ. രാധികെ, നമ്മുടെ മുറിയിലുണ്ട്. എന്തെങ്കിലും റോങ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാ എന്നെ വിളിച്ചോ. തന്റെ മര്യാദ പരാജയപ്പെട്ട പിന്നെന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. മുത്തശ്ശിവ, മോളെ, ഭക്ഷണം വല്ലതും എടുക്കട്ടെ? ആ വേണമേ, ഏട്ടത്തി ഒന്നും കഴിച്ചിട്ടില്ല. എങ്കി വാ. ശരി ഏട്ടത്തി, ദാ പിടിക്ക്.